സോ ഇതാണ് തന്റെ പുതിയ കൂട്ടുകാരി ഗീതു അല്ലേ? അതെ അതെ ഗീതു, ഇതാണ് എന്റെ ബ്രദർ അർജുൻ. എന്നാ വന്നേ? താനെന്താ ഒന്നും കഴിക്കാതെ? കഴിക്ക്. അത് ശരി, നീ ഇതുവരെ ഫുഡ് കഴിച്ചില്ലായിരുന്നോ? കഴിക്കടി. ഹായ് ദേവുട്ടാ. പിന്നെ അറിയാതെ കാവ്യാന്റി എന്നും വിളിക്കുമ്പോ ദേവുട്ടനെയും ദേവുട്ടന്റെ അമ്മയെ പറ്റി പറയാറുണ്ട്. അതുകൊണ്ട് ദേവുട്ടന് അങ്കിൾ ഒരുപാട് ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെന്താ, അതുകൊണ്ടല്ലേ അങ്കിള് ഗിഫ്റ്റ് തരുന്നേ. ഇനി എപ്പോഴും ദേവുട്ടന് അങ്കിൾ ഗിഫ്റ്റ് വാങ്ങി തരാവേ. അതൊന്നും വേണ്ട. അതെന്താ നീ അങ്ങനെ പറഞ്ഞ ഗീതു? ഒന്നുമില്ല, അതിന്റെ ആവശ്യമൊന്നുമില്ല, അതുകൊണ്ടാ. നീ ഒന്ന് ചുമ്മാ തിരുന്ന്. ഏട്ടാ, അതെടുത്തോണ്ട് വാ. ദേവുട്ട, അങ്കിളുടെ കൂടെ വാ. മോന് വേണ്ടി അങ്കിൾ എന്തൊക്കെയാ കൊണ്ടുവന്ന് കാണിച്ചു തരാം. മോൻ പൊക്കോ. ഗീതു, നിന്നെയും മോനെയും ഞങ്ങൾ ഞങ്ങളുടെ ഫാമിലി ആയിട്ട് തന്നെയാ കാണുന്നത്. നീ ഡിസ്റ്റൻസ് ഇടേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ? അത് പിന്നെ ഞാൻ ഒന്നും പറയണ്ട, എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാ ഞാൻ അങ്ങോട്ടിത് പറഞ്ഞേ. നമ്മളിപ്പോ ഒരു ഫാമിലിയാ, അങ്ങനെ കരുതിയാ മതി. അല്ല, നാളെ വീക്കെൻഡ് ആയിട്ട് എന്താ പരിപാടി? എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഇല്ലടാ, ഒരു പ്ലാനും ഇല്ല. എന്നാ നമുക്കെല്ലാവർക്കും കൂടി ഒന്ന് പുറത്തു പോയാലോ, കറങ്ങാൻ? നിനക്ക് ബിസിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പോവാം. ഞാൻ വിചാരിച്ചതാ ദേവൂട്ടനെയും കൊണ്ട് ഒന്ന് കറങ്ങാൻ പോണെന്ന്. ഇവിടെ സ്ഥലമൊന്നും അറിയാത്തത് കൊണ്ട് എന്ത് ചെയ്യുന്നു വിചാരിച്ചിരിക്കുമായിരുന്നു. ആക്ച്വലി ഞാൻ അർണവേട്ടനും ഒരു ഡേറ്റ് പ്ലാൻ ചെയ്തതായിരുന്നു. പക്ഷെ അർണവേട്ടന് പോയി. സോ അതെന്തായാലും നടക്കില്ല. എന്നാ നമുക്ക് പോവാം. ഓക്കെ അല്ലേ? ദേവൂട്ടാ, ഇത് ഒരുപാട് ഗിഫ്റ്റ് ഉണ്ടല്ലോ. നമുക്ക് ഒരെണ്ണം പോരെ? ബാക്കിയൊക്കെ അങ്കിളിന് കൊടുത്തേക്ക്. ഗീത പ്ലീസ്, ഞാനെല്ലാം ഇത് അവന് വേണ്ടി വാങ്ങിയതാ. എൻ്റെ ഒരു സന്തോഷത്തിന് ഇതെല്ലാം അവനെടുത്തോട്ടെ പ്ലീസ്.